ദേശീയപാത 60 രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ ഇന്ന് ടോൾ പിരിവ് പന്തീരങ്കാവിൽ ടോൾ ബൂത്ത് സ്ഥാപിച്ച് അവിടെ ടോൾ പിരിവ് ഇന്ന് തുടങ്ങാനിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ ടോൾ പിരിവ് തടയണമെന്ന് ആവശ്യപ്പെട്ട് മുൻസിഫ് കോടതി സമീപിച്ചു. മുൻസിഫ് കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. കമ്മീഷൻ അംഗങ്ങൾ ടോൾ പിരിവ് ഈ പന്തീരങ്കാവിലെത്തി ടോൾ പിരിക്കുന്ന അവിടുത്തെ ഏജൻസിയെ കണ്ട് അവരോട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. NHAയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ടോ, പ്രത്യേകിച്ചും സർവീസ് റോഡുകൾ സാധാരണക്കാരായ ആളുകൾക്ക് ടോൾ നൽകാതെ ഈ പരിസരത്തുള്ള ആളുകൾക്ക് പോകാനുള്ള സംവിധാനമുണ്ടോ, 60 കിലോമീറ്റർ പരിധിയിൽ എത്ര ടോൾ ബൂത്തുകൾ പ്രവർത്തിക്കുന്നു തുടങ്ങി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണോ ഈ പന്തീരങ്കാവിൽ ഇന്ന് ടോൾ പിരിവ് തുടങ്ങുമ്പോൾ ടോൾ പിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അഭിഭാഷക കമ്മീഷൻ പരിശോധിക്കുന്നത്. അവർ ഇവിടെ ടോൾ പിരിക്കുന്ന ഏജൻസി അധികൃതരുമായി സംസാരിച്ചു. ഇന്ന് തന്നെ മുൻസിഫ് കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ടോൾ പിരിക്കാനുള്ള പ്രവർത്തനം നിയമവിരുദ്ധമാണ്. പണി പൂർത്തീകരിച്ച റോഡിൽ മാത്രമാണ് ടോൾ പിരിക്കാൻ അധികാരം നൽകുന്നത്. അപ്പോൾ ഈ പണി പൂർത്തീകരിക്കാതെ ഇവിടെ നമുക്കറിയാം ഈ രണ്ട് സൈഡിലും സർവീസ് റോഡില്ല. ഈ പ്രധാന NH66 2 വീലറുകൾക്കും 3 വീലറുകൾക്കും പ്രവേശനമില്ല. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് വഴിയിലൂടെ പോകും? ഈ രണ്ട് സൈഡിലും സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ടില്ല. ഈ പ്രദേശത്തുള്ള ആളുകൾ അവർ കൊടുത്തിട്ടുള്ള ഒരു സൗജന്യം എന്ന് പറയുന്നത് 340 രൂപ മാസം കൊടുക്കണമെന്നാണ്. 340 രൂപ മാസം കൊടുത്തിട്ട് ഈ ഹൈവേക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ, അവരുടെ കിടപ്പാടം വിട്ടുകൊടുത്ത ആളുകൾ, അവർ പോലും മാസം തോറും 340 രൂപ കൊടുത്തു പോകേണ്ട സാഹചര്യമാണുള്ളത്. ആ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധി, ഞങ്ങൾക്കെതിരെ ആണ് ഒരു വിധി വരുന്നതെങ്കിൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്യാനും ആലോചിക്കുന്നുണ്ട്. ദേശീയപാതയുടെ പണി മുഴുവനായി പൂർത്തിയാൽ മാത്രമേ ടോൾ പിരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ചട്ടം. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രാഥമികമായി മനസ്സിലായെന്നാണ് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഇങ്ങനെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പന്തീരങ്കാവിൽ ടോൾ ബൂത്തിൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.